ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എപ്പോക് PSC. ഇന്ന് നമ്മൾ PSCയുടെ തുടർച്ചയായി ചോദിച്ചു വരുന്ന ഇമ്പോർട്ടൻ്റ് ഹോട്ട് ടോപ്പിക്സുകളുണ്ട്. അത് ഏതൊക്കെയാണെന്നും അത് പറയാം. ഫസ്റ്റ്, കേരള നവോത്ഥാന നായകന്മാരെ പറ്റിയും അവരുടെ പുസ്തകങ്ങളും അവർ സ്ഥാപിച്ച സംഘടനകളും എല്ലാം നമുക്ക് തുടർച്ചയായി ചോദിച്ചു വരുന്നുണ്ട്. അതുകൊണ്ട് കേരള നവോത്ഥാനം നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ടോപ്പിക്കാണ്. പിന്നീട് INCയുടെ സമ്മേളനങ്ങളും അവയുടെ അധ്യക്ഷന്മാരും അതും തുടർച്ചയായി ചോദിച്ചു വരുന്നതാണ്. അതും നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല. പിന്നീട് 5 ഇയർ പ്ലാൻ ഓരോ പദ്ധതികളും അതിന് ഊന്നൽ നൽകിയ എന്തോത്തിനൊക്കെയാണെന്നും അതെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞിരിക്കണം. പിന്നീട് കോൺസ്റ്റിറ്റ്യൂഷന്, പിന്നെ വിവരാവകാശ കമ്മീഷൻ, ഇലക്ഷൻ കമ്മീഷൻ അതും അറിഞ്ഞിരിക്കണം. കേരളത്തിലെ പ്രക്ഷോഭങ്ങൾ 5 തെങ്ങ് കലാപം, ആറ്റിങ്ങൽ കലാപം അതെല്ലാം വളരെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടതാണ്. വൈക്കം സത്യാഗ്രഹം അതൊക്കെ. പിന്നെ മൗലിക അവകാശങ്ങൾ, പിന്നെ മൗലിക കടമകൾ, ഇന്ത്യ ഭൂപ്രകൃതി വിശാലമായ ടോപ്പിക്കാണ്. ഹിമാദ്രി അതെല്ലാം ഒന്ന് അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ അറിഞ്ഞിരിക്കുക. അതിന് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുകൾ നോക്കുമ്പോൾ നമുക്ക് അതിനകത്ത് കൂടുതൽ ഊന്നൽ നൽകുന്ന ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കുക. അതനുസരിച്ച് പഠിക്കുക. കേരളത്തിലെ നദികളും കേരളത്തിലെ ഭൂപ്രകൃതിയൊക്കെ എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസുകളാണ്. അതുകൊണ്ട് കേരള ഭൂപ്രകൃതി എല്ലാം നമ്മൾ ഏറ്റവും കൂടുതൽ പ്രീവൈക്യൂ ചെയ്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴാണ് നമുക്ക് അതിനകത്ത് ഏതൊക്കെ ഭാഗത്തിനാണ് ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകുന്നതെന്ന് നമുക്കറിയാൻ സാധിക്കും. നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കൂടുതൽ വർക്കൗട്ട് ചെയ്യുന്നത് നന്നായിരിക്കും. കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങൾ, ദേശീയോദ്യാനങ്ങൾ, കേരളത്തിലെ ജലവൈദ്യുത പദ്ധതികൾ, പിന്നെ രോഗങ്ങളും രോഗകാരികളും, വിറ്റാമിനുകളും അപര്യാപ്തതയും തുടർച്ചയായി ചോദിക്കുകയാണ്. ഈ വൈറ്റമിനുകളും അവയുടെ അപര്യാപ്ത രോഗങ്ങളും എല്ലാം. പിന്നീട് ജീവിതശൈലി രോഗങ്ങൾ, ഖാരിഫ് റാബി വിളകൾ, ഇരുമ്പുരുക്ക് ശാലകൾ, നൊബേൽ സമ്മാനം, പിന്നെ പുതിയ അപ്പോയിൻമെൻറ്റ്. അത് നമ്മൾ കറണ്ട് അഫയേഴ്സ് ഭാഗത്തു നിന്ന് വരുന്നത് കൂടിയാണ്. പക്ഷേ എന്നാലും തുടർച്ചയായി ചോദിക്കാൻ പുതിയ അപ്പോയിൻമെൻറ്റുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ അതുള്ളത്. പിന്നെ കേരളത്തിലെ നിലവിലെ മന്ത്രിസഭ, കേരളത്തിലെ പ്രധാന പദവികൾ, പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ്, പിന്നെ ഭരണഘടനാ ഭേദഗതികൾ, ഇന്ത്യയിലെ ദേശീയ പ്രക്ഷോഭങ്ങൾ, അതിനകത്ത് മറ്റേ ചേരിചേര പിന്നെ റൗലറ്റ് ആക്ട് അതെല്ലാം പഠിച്ചിരിക്കണം. പിന്നെ വട്ടമേശ സമ്മേളനങ്ങൾ, പിന്നെ കേരള ഭൂപ്രകൃതി ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന നദികൾ, കായലുകൾ, കാലാവസ്ഥ, മണ്ണിനങ്ങൾ ഇതെല്ലാം അതിനകത്ത് ഉൾപ്പെടും. പിന്നീട് തിരുവിതാംകൂർ രാജാക്കന്മാർ, പിന്നെ ഇന്ത്യൻ നദികൾ സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര അതെല്ലാം അറിഞ്ഞിരിക്കണം. അത് പിന്നെ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളും ഉപദ്വീപീയൻ നദികളും എല്ലാം അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇന്ത്യയിലെ മണ്ണിനങ്ങൾ, പിന്നെ ബാങ്കുകളെക്കുറിച്ച് അതിനകത്ത് RBI പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ടതാണ്. RBIയെക്കുറിച്ച് ഉറപ്പായിട്ടും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. പിന്നെ ബഡ്ജറ്റ്, പിന്നെ ഇന്ത്യൻ വ്യവസായം, ഇന്ത്യയിലെ പ്രധാന തുറമുഖങ്ങൾ, ഇന്ത്യൻ ബഹിരാകാശം പഠിക്കാൻ നമ്മൾ കറണ്ട് അഫയേഴ്സിൽ ഉൾപ്പെടുത്തി പുതുതായിട്ട് വിക്ഷേപിച്ച ഉപഗ്രഹങ്ങൾ അതിനെപ്പറ്റിയൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ റിട്ടുകൾ, പിന്നെ പുരസ്കാരങ്ങളിനകത്ത് പിന്നെ എഴുത്തച്ഛൻ പുരസ്കാരം, വയലാർ അവാർഡ് അതെല്ലാം അറിഞ്ഞിരിക്കണം. പിന്നെ സെറിബെല്ലം, കണ്ണ്, ചെവി, പിന്നീട് ശബ്ദം, താപം, ബലം, പ്രകാശ പ്രതിഭാസങ്ങൾ, പ്രകീർണനം, അപവർത്തനം അതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ആറ്റം, ദ്രവ്യം, പിന്നെ മൂലകങ്ങൾ അവയുടെ അലോട്രോപ്സ്, പിന്നെ സാമൂഹ്യക്ഷേമ പദ്ധതികൾ അത് ഉറപ്പായിട്ട് ഒന്നല്ല അതിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് കറണ്ട് അഫയേഴ്സ് ഭാഗത്തോട് ഉൾപ്പെടുത്തിയായിരിക്കും മിക്കവാറും ഈ സാമൂഹ്യക്ഷേമ പദ്ധതികൾ ചോദിക്കുന്നത്. അതുകൊണ്ട് സാമൂഹ്യക്ഷേമ പദ്ധതികൾ നോക്കാതെ പോകരുത്. പിന്നെ ഇന്ധനങ്ങൾ, പെട്രോളിയം അതിൻ്റേതൊക്കെ ചോദിക്കുന്നുണ്ട്. ഇപ്പം കൽക്കരി, പെട്രോളിയം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം ചോദിക്കുന്നുണ്ട്. ലോഹങ്ങൾ, അയിരുകൾ, ഇന്ധനങ്ങൾ, കമ്പ്യൂട്ടറിനകത്ത് ബേസിക് കമ്പ്യൂട്ടറും പിന്നെ ഫസ്റ്റ് ജനറേഷൻ, സെക്കൻഡ് ജനറേഷന്, പിന്നെ സോഫ്റ്റ്വെയറുകൾ അതിനെപ്പറ്റിയൊക്കെ ഉള്ളത് അറിഞ്ഞിരിക്കണം. പിന്നെ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം, ഫ്രഞ്ച് വിപ്ലവം, ചൈനീസ് വിപ്ലവം, ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം ഇതെല്ലാം അറിഞ്ഞിരിക്കണം. പിന്നെ ഭൂപടങ്ങൾ പിന്നെ ഇപ്പോൾ തരിശു നിലങ്ങളെ സൂചിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഭൂപടത്തിനകത്ത് ഇന്നതിന് ഏതൊക്കെ ഇത് കൊടുക്കുന്നു അങ്ങനെ അതിനെപ്പറ്റി ഭൂപടത്തെ പറ്റിയും ഒന്ന് അറിഞ്ഞിരിക്കണം. പിന്നെ ലോക സമുദ്രം, ആർട്ടിക് സമുദ്രം, അന്റാർട്ടിക് സമുദ്രം അതെല്ലാം ഒന്ന് അറിഞ്ഞിരിക്കണം. അന്തരീക്ഷ പാളികൾ, അയണോസ്ഫിയർ, മിസോസ്ഫിയർ, തെർമോസ്ഫിയർ ഈ അന്തരീക്ഷ പാളികൾ വ്യക്തമായി പഠിച്ചിരിക്കണം. അത് ഉറപ്പായിട്ടും ഒരു ക്വസ്റ്റ്യൻ കാണും. പിന്നെ കാറ്റുകൾ, പിന്നെ ഇംഗ്ലീഷിലെ ടോപ്പിക്സ് വരുമ്പോൾ ആൻറ്റോണിംസ്, സിനോണിംസ്, ആർട്ടിക്കിൾസ്, കളക്റ്റീവ് നൗണ്,
ക്വസ്റ്റ്യൻ ടാഗ്, ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ്, റിപ്പോർട്ട് സ്പീച്ച്, പ്രിപ്പോസിഷൻ, കറക്ഷൻ ഓഫ് സെൻറ്റൻസ്, ജെൻഡർ, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷന്, സിംഗുലർ, ഫ്ലൂറൽ, ഇത്രയും മെയിനായിട്ട് നോക്കിക്കൊണ്ട് പോകണം. നമ്മുടെ സിലബസ് എടുത്ത് നമ്മളിപ്പോൾ ഏത് പരീക്ഷയ്ക്കാണോ പ്രിപ്പയർ ചെയ്യുന്നത് അതിൻ്റെ സിലബസ് എടുത്ത് നോക്കുമ്പോൾ കാണാൻ ഇംഗ്ലീഷും മാത്സും മലയാളവും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് പോയാൽ മതി. കൂടുതലും അത് തന്നെയാണ് ആവർത്തിച്ച് വരുന്നത് ക്വസ്റ്റ്യൻ. അത് ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരുത്തുന്നതെന്നല്ലാതെ കൂടുതലും ചോദിച്ച ക്വസ്റ്റ്യൻസുകളാണ് പിന്നെ ഇംഗ്ലീഷിനകത്തും മാത്സിനകത്തും മലയാളത്തിനകത്തും വരുന്നത്. അന്നേരം ആ സിലബസ് വെച്ച് തന്നെ പഠിക്കുക. ഏറ്റവും കുറഞ്ഞത് ഈ ടോപ്പിക്കുകളെങ്കിലും നോക്കിയിട്ട് പോകണം. ഇത് ഒഴിവാക്കിക്കൊണ്ട് പോകരുത്. ഇത് ഉറപ്പായിട്ടും ഇതെങ്കിലും നോക്കിക്കൊണ്ട് പോവുക. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ വിദ്യാഭ്യാസ കമ്മീഷനുകൾ, അതിനകത്ത് ഉറപ്പായിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിക്കും. പിന്നെ അവയവങ്ങൾ, വൃക്ക, ഹൃദയം, അതിനെപ്പറ്റി, രക്തം, രക്തകോശങ്ങൾ, പിന്നീട് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ. അത് തുടർച്ചയായിട്ട് ചോദിച്ചുകൊണ്ടിരുന്ന ടോപ്പിക്കാണ് ഈ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനും അതിൻ്റെ അധ്യക്ഷനും അതെല്ലാം. അത് ഉറപ്പായിട്ടും പഠിച്ചിരിക്കുക. പിന്നെ പത്മ പുരസ്കാരങ്ങൾ, പിന്നെ സങ്കരയിനം വിളകൾ ഇപ്പോൾ ഏതൊക്കെയാണെന്നും അതിനെപ്പറ്റി ഉറപ്പായിട്ട് ചോദിക്കും. പിന്നെ മലയാളത്തിനകത്താകുമ്പോൾ പദശുദ്ധി, തൂലികാനാമങ്ങൾ, ആത്മകഥകൾ, ഏകവചനം, ബഹുവചനം, അലിംഗ ബഹുവചനം, സലിംഗ ബഹുവചനം, അതൊക്കെ. പിന്നീട് പിരിച്ചെഴുതാൻ. പിന്നെ മാത്സിനകത്താകുമ്പോൾ ജോലിയും സമയവും, പലിശ, ലാഭവും നഷ്ടവും, ശരാശരി, സ്ഥാനനിർണ്ണയം, രക്തബന്ധങ്ങൾ, ഒറ്റയാനെ കണ്ടെത്തുക, ബോട്ട് മാസ്, ഇവയെല്ലാം നമുക്ക് ഒഴിവാക്കാനാത്ത ടോപ്പിക്കാണ്. നിങ്ങൾ കുറഞ്ഞ ഇത്രയും ടോപ്പിക്കുകളെങ്കിലും കവർ ചെയ്തിട്ട് പോവുക. ഇത് കൂടാതെ നമ്മൾ ഏത് പരീക്ഷയ്ക്കാണോ പ്രിപ്പയർ ചെയ്യുന്നത് അതിൻ്റെ സിലബസ് നമ്മൾ എടുക്കുക. ആ സിലബസ് നമ്മുടെ കയ്യിൽ എപ്പോഴും കാണണം. നമ്മൾ ആ സിലബസ് വെച്ചിട്ട് ഈ ടോപ്പിക്കൂടെ വെച്ചിട്ട് അത് നോട്ട് ചെയ്ത് പഠിക്കുക. പഠിച്ചതിന് ശേഷം ഒരാവർത്തി ഇത് പഠിച്ചതിന് ശേഷം ഇത് വീണ്ടും റിവിഷൻ ചെയ്യുക. നിങ്ങൾക്ക് എത്രത്തോളം റിവിഷൻ ചെയ്യാൻ പറ്റുന്നോ അത്രത്തോളം നിങ്ങൾക്ക് ജോലിയിലേക്കുള്ള സാധ്യത അടുത്തടുത്ത് വരും. അതുകൊണ്ട് നമ്മൾ പഠിച്ച് കളയാതെ പഠിക്കുന്നത് നമ്മൾ വീണ്ടും റിവിഷൻ ചെയ്യുക. പഠിക്കുന്നത് നമ്മുടെ കയ്യിൽ നിന്ന് ഒരിക്കലും പോകരുത്. ആ രീതിയിൽ വേണം നിങ്ങൾ പഠിക്കാൻ വേണ്ടി. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റുള്ളവരിലേക്ക് കൂടെ വിവരങ്ങൾ എത്തിക്കുക. താങ്ക് യു.